ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മീൻ കറിയാണ്. അതിനിവിടെ എടുത്തിട്ടുള്ള മീൻ മങ്കടയാണ്. അപ്പോൾ ഇനി അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ചെറിയുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. മല്ലിയില ചേർത്താൽ ഒന്നും കൂടെ നല്ലതാണ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ കറി വെക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുക. എന്നിട്ടൊരു ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തായാലും നമ്മൾ കഴുകുന്നതിൻ്റെ വെള്ളമൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് പറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ചട്ടകം നോക്കിയായിരുന്നു, അതിവിടെ കാണുന്നില്ല. അപ്പോൾ കുഞ്ഞവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞ് അവൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ചട്ടകം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരൻ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഉടനെ അവിടെ നിന്നുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ എന്ത് ചെയ്യുക. അവന് ഡൗട്ട് എന്താണ് വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ മീൻ കറി വെക്കുന്നത്. അപ്പം അവൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ അമ്മ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം നമുക്ക് ആദ്യമേ എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറേശ്ശെയായിട്ട് ചേർക്കണം. അതിന് ആദ്യമേ എണ്ണ ചൂടാവണം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ആദ്യം നമ്മൾ ചേർക്കേണ്ടത്. അതൊന്ന് വാടി വരുമ്പോൾ വേണം കറിവേപ്പിലയും തക്കാളിയും ചേർക്കാനായിട്ട്. അപ്പം നമുക്കത് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് കറിവേപ്പില അതിനകത്തോട്ട് വീണേ, ഞാനതെടുത്ത് മാറ്റുമായിരുന്നു. ഇനി നമുക്കതൊന്ന് ഒരു സ്പൂൺ വെച്ച്, ഒരു ചട്ടകം വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല, ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മുടെ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളിയും ഇതും കൂടെ ചേർത്തായിരുന്നു. ഇനി നമുക്ക് പൊടിയിടാം. അപ്പം ഞാൻ ഇത് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പൊടിയിടുന്ന സമയത്ത് അമ്മയാണ് എനിക്ക് പിടിച്ചു തരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഒന്നാമത് വശമില്ല, ഇതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് അതിനകത്തോട്ട് ചേർക്കുന്നത്. അത് സത്യമായിട്ട് ഈ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല, സോറി കേട്ടോ. അപ്പം നമുക്കത് ചേർത്തിട്ട് ഇത് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും നമുക്കിത് മീൻകറി ചട്ടിയിലാണല്ലോ ആയിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തോട്ട് ഇടുക. ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക. അത്യാവശ്യം നമുക്കറിയാമല്ലോ പാകത്തിന് എന്തോരം വെള്ളം വേണമെന്നുള്ളത്. അതുകൊണ്ട് കുറച്ച്, ഒരുപാട് നമുക്ക് ചാറായിട്ട് കിട്ടേണ്ട, അതുകൊണ്ട് കുറച്ച് വെള്ളമേ ചേർക്കാവുള്ളൂ കേട്ടോ. എന്തായാലും മീൻ കഷ്ണം ഇടാൻ നേരം ഈ വെള്ളം പൊങ്ങി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊടംപുളി, ചില സ്ഥലത്ത് വാളംപുളി ഇടാറുണ്ട്, നമ്മളിവിടെ കൊടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 കൊടംപുളിയും കീറിയിട്ട് ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഉപ്പ് ഇട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണം അതിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളത്, തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മീനിടാം. ഓരോ കഷ്ണം എടുത്ത് അതിൻ്റെ നമ്മളിപ്പോൾ വെള്ളത്തിലാണല്ലോ ഇട്ട് വെച്ചിരിക്കുന്നത്. ആ വെള്ളം പിഴിഞ്ഞ് വേണം നമ്മൾ കറിയിലോട്ട് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. ഓരോ കഷ്ണമായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഏകദേശം ഇട്ട് കഴിഞ്ഞു.
ഇനി നമ്മളിത് കൈവച്ച് തന്നെ ഈ ചട്ടി ഒന്ന് ചുഴറ്റി കൊടുക്കണം. അതവിടെ ഇരുന്ന് തിളയ്ക്കണം. നമുക്ക് നോക്കാം മീൻകറി റെഡിയായോന്ന്. ആഹാ, എന്താ മണം! അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ മീൻകറി റെഡിയായിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ മീൻകറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.